തൃശൂർ ജില്ലയിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന മണലൂരിലേക്ക് ഇറങ്ങിയാൽ LDFിന്റെ സിറ്റിംഗ് സീറ്റിൽ ടേം വ്യവസ്ഥയിൽ മുരളി പെരുന്നെല്ലിയെ മാറ്റി LDFിന്റെ ജനകീയ സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് വീണ്ടും കളത്തിലിറങ്ങുകയാണ്. 2021 29,876 വോട്ടിന്റെ ലീഡ്. അതൊരു ചെറിയ കളിയല്ല. നമുക്കപ്പോൾ സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ഒപ്പം വേണു ബാലകൃഷ്ണനെയും. വേണു ബാലകൃഷ്ണൻ, മണലൂരിൽ എത്ര മണലുവാരി എറിഞ്ഞാലും മാറ്റമുണ്ടാകില്ല എന്നുള്ള ഉറപ്പിലാണോ രവീന്ദ്രനാഥിന്റെ തിരിച്ചുവരവ്? ഞാൻ പക്ഷെ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത്. മണലൂരിൽ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. നമുക്ക് സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ഒരു കാര്യം സത്യമായും പറയേണ്ടതുണ്ട്. ഉഗ്ര സ്ഥാനാർത്ഥികളാണ് 3 പേരും. രവീന്ദ്രനാഥ് മാഷ്, അതുപോലെ തന്നെ TN പ്രതാപൻ, പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി അനീഷ് കുമാർ അല്ലേ? KK അനീഷ് കുമാർ അവിടുത്തെ കനകോലുവാണ്. ആണ് KK അനീഷ് കുമാർ. പക്ഷേ ഞാൻ ആ മണ്ഡലത്തിന്റെ പ്രത്യേകത ഒന്ന് വേഗം പറയാം. അത് ശരിക്കും ഒരു UDF മണ്ഡലമായിരുന്നു. 4 തവണ VM സുധീരൻ അവിടെ നിന്ന് തുടർച്ചയായി ജയിച്ചു വന്നിട്ടുള്ളതാണ് 80 മുതൽ. പിന്നീടാണ് അതിലൊരു മാറ്റം വരുന്നത്. VS സർക്കാരിന്റെ കാലം 2006 ആ മണ്ഡലം മാറുന്നത്. പക്ഷെ പിന്നെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അത് UDFിലേക്ക് പോകുന്നു. പിന്നെ തുടർച്ചയായി അവിടെ ഈ പറയുന്ന തുടരൻ വിജയങ്ങൾ LDF നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അവിടെ വരുന്നു. എങ്ങനെയാണ് തുടർച്ചയായി LDFിന് ഈ വിജയം ആവർത്തിക്കാൻ കഴിയുന്നത്? അവിടെ AN രാധാകൃഷ്ണൻ 2011 വരുമ്പോൾ ഏതാണ്ട് 10,000 വോട്ടേ വാങ്ങിയിട്ടുള്ളൂ. 16ലേക്ക് എത്തുമ്പോൾ പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ 16ലേക്ക് എത്തുമ്പോഴേക്ക് AN രാധാകൃഷ്ണൻ എന്താ ശ്രദ്ധ? 2014 വോട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫോർ വോട്ടാണ്. ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. അങ്ങ് ക്ഷമിക്കണം. അല്ലല്ല, ക്ഷമിക്കല്ല വേണ്ട, ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്. കാരണം അത് എന്റെ വാക്കാണ്. ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. തുടരൂ. 2016 അത് 30,000ത്തിലേക്ക് എത്തിക്കുന്നു. 30,000 ചില്ലുവാനത്തിലേക്ക് എത്തിക്കുന്നു. 7% നിന്ന് ആ വോട്ടിന്റെ ശതമാനം ഏതാണ്ട് 27ലേക്ക് എത്തിക്കുകയാണ്. അത് വോട്ട് വിഹിതം NDAക്ക് കൃത്യമായി അവർ ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളിൽ B ക്ലാസ്സിൽ നിന്ന് A ക്ലാസ്സിലേക്ക് ഉയർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു സുരേഷ് ഗോപി ഫാക്ടറും ഇല്ല. AN മാത്രം നിന്ന് ചെയ്യുകയാണ്. AN 10 നിന്ന് തുടങ്ങി പിന്നീട് അത് 30 മുകളിൽ പാർട്ടിയാണ്. ശരിയാണ്, ചിഹ്നത്തിലാണ്. ശരിയാണ്. ഞാൻ പറഞ്ഞ തൃശ്ശൂരായിരിക്കുമ്പോൾ പിന്നെ ഈ സുരേഷ് ഗോപി വന്ന് കുറെ അത്ഭുതങ്ങൾ കാണിച്ചു. സുരേഷ് ഗോപി ഈ ത്രികോണ മത്സരം നടക്കുമ്പോൾ നിയമസഭയിൽ കേന്ദ്രമന്ത്രി ആയപ്പോഴും അദ്ദേഹം ജയിച്ചു എന്നുള്ളത് സമ്മതിക്കാതെ നിൽക്കുകയാണ്. അതുകൊണ്ടല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 40,000 ചില്ലുവാനാണ് എടുത്തത്. ഞാൻ പറഞ്ഞത് ഈ പ്രഭാവലയം ഒന്നുമില്ലാതെ പാർട്ടി കേഡർ വോട്ടുകൾ തന്നെ സമാഹരിച്ചുകൊണ്ട് AN രാധാകൃഷ്ണൻ 10 നിന്നത് 30ലേക്ക് എത്തിക്കുന്നു. ചെറിയ കാര്യമല്ല. 30 36ലേക്കാണ് എത്തിക്കുന്നത്. അടുത്ത തവണയും ഏതാണ്ട് അതേ വോട്ട് പിടിക്കുന്നു. ഈ രണ്ട് AN രാധാകൃഷ്ണന്റെ വളർച്ചയിലും തളരുന്നത് കടുത്ത UDF മണ്ഡലമായിരുന്ന ആ മണലൂരിന്റെ സ്വഭാവമാണ്. അവിടെയാണത് പിന്നെ ഇടതുപക്ഷത്തേക്ക് ചായുന്നത്. അങ്ങനെ ഒരു സ്പോയിലർ ഇഫക്റ്റോടെ പക്ഷേ ഇത്തവണ ഈ അനീഷ് കുമാറിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. രവീന്ദ്രനാഥിനേക്കാൾ സ്വീകാര്യതയോടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയുന്നയാളാണ് TN പ്രതാപൻ. സ്വീകാര്യതയുമുള്ള ആളാണ്. TN പ്രതാപൻ മണലൂരിന്റെ മനസ്സ് മാറ്റും. അപ്പോൾ പ്രതാപന്റെ ജനപ്രീതി അത് മണ്ഡലം UDFിലേക്ക് കൊണ്ടുവരുമെന്ന് വേണു ബാലകൃഷ്ണൻ പറയുമ്പോൾ ഞാൻ കൂടുതൽ തർക്കത്തിന് നിൽക്കുന്നില്ല. കാരണം TN പ്രതാപൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സൂചിക ചലിക്കുമ്പോൾ സൂചിക ബാറ്റിൽ ഗ്രൗണ്ടാണ്, പോർനിലമാണ്. അനീഷ് കുമാർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. കാരണം KK അനീഷ് കുമാറിന് വോട്ട് വിഹിതം AN രാധാകൃഷ്ണനേക്കാൾ ഉയർത്താൻ സാധിക്കുന്ന മണ്ഡലമാണ് മണലൂർ. അത് നമുക്ക് മെയ് 4 വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിലവിൽ C രവീന്ദ്രനാഥിനെ ഇറക്കുന്നതിലൂടെ ആ സിറ്റിംഗ് സീറ്റ് കൈമോശം വരികയാണ്. UDFിന് ആ വിജയച്ചിരി അവിടെ കിട്ടുകയാണ്. സിറ്റിംഗ് സീറ്റ് LDFിന് നഷ്ടമാകുന്നു. അത് UDFിലേക്ക് പോകുന്നു. അതാണ് മണലൂരിന്റെ വോട്ട് ചിത്രം. Yes! Yes!